നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനാണ് മരിച്ചത്. ആക്രമണത്തിൽ ഒന്നാം പാപ്പാൻ അമലിന് പരിക്ക്. ഇരുട്ടടിയായി വാണിജ്യ സിലിണ്ടർ വിലവർധന. ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപ. പ്രതിസന്ധിയിലായി ഹോട്ടലുകൾ. ഇന്ന് ലോക തൊഴിലാളി ദിനം. തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരത്ത് കെട്ടിടത്തിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കോതപ്പറമ്പ് കാര്യെഴുത്ത് സത്യേഷാണ് പോലീസിനെ കണ്ട് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തൃശൂർ കോർപ്പറേഷന്റെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയായ പുല്ലഴി ജലസവാരിക്ക് തുടക്കമായി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്ത് ജലസവാരിക്ക് തുടക്കം കുറിച്ചു. വാർത്തകൾ വിശദമായി നോക്കാം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനാണ് മരിച്ചത്. ആക്രമണത്തിൽ ഒന്നാം പാപ്പാൻ അമലിന് പരിക്കേറ്റു. ഇയാളെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന വിളക്കെഴുന്നള്ളിപ്പിനിടെ ഇതേ ആന അനുസരണക്കേട് കാട്ടിയിരുന്നു. ആനയുടെ കൂടെ നടന്നിരുന്ന 2 പേർ വീഴുകയും ചെയ്തു. ഉടൻ തന്നെ പാപ്പാന്മാർ ആനയെ നിയന്ത്രിച്ച് ദേവസ്വം പറമ്പായ കുട്ടലാക്കിലിൽ തളച്ചു. എന്നാൽ ഇന്ന് ഉച്ചയോടെ ആന വീണ്ടും അക്രമാസക്തനാവുകയായിരുന്നു. തളച്ചിരുന്ന പറമ്പിലെ താൽക്കാലിക ഷെഡ് തകർത്ത് പാപ്പാന്മാരെ ആക്രമിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നു. രാകേഷ്, ഇന്നലെ അനുസരണക്കേട് കാണിച്ച ആനയെ ഇന്ന് എഴുന്നള്ളിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അത് നിയന്ത്രണാതീതമാകും എന്ന് മനസ്സിലാക്കാതെയാണോ? എന്താണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ സ്ഥിതി? ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഉത്സവത്തിന് ഇന്നലെ രാത്രിയിലായിരുന്നു വാഴ്വാടി കാശിനാഥൻ എന്ന ആന അനുസരണക്കേട് കാണിച്ചത്. ഇതിനെ തുടർന്ന് ഇതിനെ ദേവസ്വം പറമ്പായ കൊട്ടിലാക്കൽ പറമ്പിൽ ഷെഡിൽ തളച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് ഷെഡിൽ വെച്ചാണ് ഈ ആന ആക്രമസക്തനായതും പാപ്പാന്മാരെ ആക്രമിച്ചതും. ആലപ്പുഴ ജില്ലയിലെ വാഴ്വാടി കാശിനാഥൻ എന്ന ആനയാണ് കൊല്ലം രണ്ടാം പാപ്പാനായ കൊല്ലം സ്വദേശി ശ്രീകുട്ടനെ ആക്രമിച്ചത്. ഒന്നാം പാപ്പാനെയും ആക്രമിച്ചിരുന്നു. എന്നാൽ ചവിട്ടേറ്റ ശ്രീകുട്ടൻ മരണപ്പെടുകയായിരുന്നു. ഉത്സവത്തിന് ആനകളുടെ കുറവ് നേരിടുന്നതിനാൽ 2 ദിവസത്തേക്കാണ് ഈ വാഴ്വാടി കാശിനാഥനെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കാൻ എത്തിച്ചത്. എന്നാൽ ഇടഞ്ഞതിനെ തുടർന്ന് ഇന്ന് എഴുന്നള്ളിപ്പിൽ ഈ ആന പങ്കെടുത്തിരുന്നില്ല. ഇതിനെ കൊട്ടിലാക്കൽ പറമ്പിൽ തളച്ചിരിക്കുകയായിരുന്നു. തുടർന്ന് എഴുന്നള്ളിപ്പിന് ശേഷം മറ്റാനകൾ കൊട്ടിലാക്കൽ പറമ്പിലേക്ക് വരുന്നതിനിടയിലാണ് ആന വീണ്ടും അക്രമാസക്തനായതും പാപ്പാന്മാരെ ആക്രമിച്ചതും. അമലിന് നിസാര പരിക്കാണ് ഏറ്റിരുന്നുള്ളൂ. ഇയാൾ ആനയെ കൊട്ടിലാക്കൽ പറമ്പിൽ നിന്നുള്ള മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അമലിന്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തു വരുന്നത്. ആന ഇപ്പോൾ ശാന്തനാണ്. കൂടുതൽ ശാന്തനായതിനു ശേഷം നിയന്ത്രണമായതിനു ശേഷം ആനയെ മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശ്രീകുട്ടൻ എത്ര കാലമായിട്ട് വാഴ്വാടി കാശിനാഥന്റെ രണ്ടാം പാപ്പാനാണ്? തൃശ്ശൂർ പൂരത്തിനടക്കം ഈ എഴുന്നള്ളിപ്പിൽ ഈ ശ്രീകുട്ടൻ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. ഏറെ നാളുകളായി ശ്രീകുട്ടൻ രണ്ടാം പാപ്പാനായി വാഴ്വാടി കാശിനാഥന്റെ രണ്ടാം പാപ്പാനായിട്ട് പ്രവർത്തിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കാണുന്നത്. കൃത്യമായ ഒരു കണക്ക് ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല. എത്ര നാളായി എന്നുള്ളൊരു കണക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. രാകേഷ്, ദേവസ്വം വനം വകുപ്പ് ഈ ഒരു സംഭവത്തില് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? ദേവസ്വം അധികൃതർ അവരുടെ വിശദീകരണം ഇതുവരെ തന്നിട്ടില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. ഉത്സവം സാധാരണ പോലെ പതിവ് പോലെ തന്നെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? ഇത് ക്ഷേത്രത്തിന് പുറത്തു വെച്ചായതിനാൽ പ്രത്യേക ശുദ്ധി കലശമോ മറ്റും ആവശ്യം
വരില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഉത്സവം നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവസാന ദേവസ്വത്തിന്റെ നിലപാട് ഇതുവരെ നമ്മളെ അറിയിച്ചിട്ടില്ല. എന്നാലും സാധാരണഗതിയിൽ ഇപ്പോൾ ഉത്സവത്തിന് യാതൊരുവിധ തടസ്സമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭക്തജനങ്ങളും നാട്ടുകാരൊക്കെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? ഈ ഭക്തജനങ്ങളിലെ ചില ആശങ്കകള് നേരത്തെ തന്നെ നിലനിന്നതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. ഒരു അഷ്ടമംഗല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു ചില പ്രായശ്ചിത്ത കർമ്മങ്ങൾ ക്ഷേത്രത്തിൽ നടത്തേണ്ടതുണ്ട്. ഇത് തന്ത്രിമാരും ദേവസ്വം അധികൃതമായ തർക്കത്തെ തുടർന്ന് ഇത് നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും ചില തന്ത്രി കുടുംബക്കാർ നമ്മളെ അറിയിച്ചിരുന്നു. ശേഖരിച്ചതിനും റിപ്പോർട്ടുകൾ നൽകിയതിനും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ അല്ല, ആന ഇന്നലെ അനുസരണക്കേട് കാട്ടിയതുകൊണ്ട് തന്നെ പറമ്പിൽ തളച്ചിരുന്ന ആനയാണ് ഇന്നലെ അനുസരണക്കേടിന് ശേഷം ഇന്ന് അക്രമാസക്തനാവുകയും രണ്ടാം പാപ്പാനെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഒന്നാം പാപ്പാൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതിൽ തന്നെ ആനകളുടെ സുരക്ഷ, അതോടൊപ്പം പാപ്പാന്മാരുടെ സുരക്ഷ വീണ്ടും ചർച്ചയാകുന്ന രീതിയിലാണ് ഇപ്പോൾ വാഴ്വാടി കാശിനാഥൻ എന്ന ആന ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള അനുസരണക്കേടിലും കൊലപാതകത്തിലും, ഇപ്പോൾ ആനയുടെ ചവിട്ടേറ്റുള്ള ആ ഒരു കൊലപാതകത്തിലും കലാശിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ഇതിന്റെ വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്നാൽ ഉത്സവ ചടങ്ങുകൾ 7 ദിവസം നീളുന്ന ഉത്സവ ചടങ്ങുകൾ പതിവ് പോലെ നടക്കും. അമ്പലത്തിന് പുറത്തായതുകൊണ്ട് തന്നെ ശുദ്ധികലശ ചടങ്ങുകളൊന്നും ആവശ്യമില്ല എന്നാണ് അറിയുന്നത്. ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ആശങ്ക റിപ്പോർട്ടർ പറയുന്നതിനനുസരിച്ചിട്ട് അവർക്കൊരു അഷ്ടമംഗല പ്രശ്നവും ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് ഇങ്ങനെയായി എന്നുള്ളതാണ്. തന്നെയല്ല, ആനകളുടെ ഒരു ക്ഷാമം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഇന്നലെ അനുസരണക്കേട് കാണിച്ച വാഴ്വാടി കാശിനാഥനെ വീണ്ടും എഴുന്നള്ളിക്കാം എന്ന ഒരു ധാരണയിൽ അവിടെ തന്നെ അവൻ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ദുരനുഭവം വീണ്ടും ആനകളിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. മറ്റു വാർത്തയിലേക്ക്. വാണിജ്യ LPG സിലിണ്ടറിന് വൻ വില വർധനവ്. 19 കിലോഗ്രാം വാണിജ്യ LPGയുടെ വില ഒറ്റയടിക്ക് 993 രൂപ കേന്ദ്ര സർക്കാർ കൂട്ടി. പശ്ചിമേഷ്യൻ യുദ്ധ പശ്ചാത്തലത്തിലാണ് കേന്ദ്രം സിലിണ്ടറിന് വില കൂട്ടിയത്. ഫെബ്രുവരി 28-ന് ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 3 തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാർച്ചിൽ ആദ്യം 144 രൂപ കൂട്ടിയപ്പോൾ ഏപ്രിൽ 1-ന് 200 രൂപയുടെ വർധന വരുത്തി. കഴിഞ്ഞ 4 മാസത്തിനിടെ വാണിജ്യ സിലിണ്ടറിന് 1444 രൂപയാണ് വർദ്ധിച്ചത്. ഗാർഹിക പാചകവാതക വിലയിൽ മാറ്റമില്ല. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ ബുക്കിംഗിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നഗരപ്രദേശങ്ങളിൽ ഒരു സിലിണ്ടർ ബുക്ക് ചെയ്ത് 25 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസത്തിന് ശേഷമേ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. പാചകവാതക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിനിടയിലാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില വീണ്ടും കുത്തനെ ഉയർത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം ഹോട്ടൽ ഉൾപ്പെടെയുള്ള വ്യാപാര മേഖലകൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഹോട്ടൽ ഉടമകൾ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇത്രയും ഒരു വർധന പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഇല്ല, ഇങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രത്യേകിച്ച് കാറ്ററിംഗുകാരായാലും റെസ്റ്റോറൻറ്റുകാരിലും പ്രത്യേകിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു, എന്താ പറയുക, നമ്മളൊരു മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊന്നും ഉണ്ടാകുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ഫേസ് ചെയ്യുന്നത് മെയിനായിട്ട് ഞങ്ങളെപ്പോലെ കാറ്ററേഴ്സ് ആയാലും ഹോട്ടൽ അസോസിയേഷൻ്റെ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട് ഈ സിറ്റുവേഷൻ. ഇനിയിപ്പോൾ ഐറ്റംസിനൊക്കെ ഒന്നും കൂടെ വില കൂടുമോ? ഗ്യാസിനെക്കാട്ടും ഉപരി ഞങ്ങൾ അടുപ്പാണ് യൂസ് ചെയ്യുക, ചോറായാലും സാമ്പാറായാലും കറികളായാലും. പക്ഷേ ഞാൻ ജനറലായിട്ട് പറയാം, മൊത്തത്തിൽ ഇത് ബാധിക്കും, എല്ലാവർക്കും ഇത് ബാധിക്കും, എല്ലാവർക്കും ഇത് നല്ലതായിട്ട് എഫക്റ്റ് ആവേണ്ട സിറ്റുവേഷനാണത്. ഗ്യാസിൻ്റെ ക്ഷാമം, യുദ്ധം കാരണമുള്ള ക്ഷാമം തുടങ്ങിയല്ലോ. ആ സമയത്ത് തന്നെ പ്രൈവറ്റ് ഗ്യാസ് ഒരുപാട് വില കൂട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് പ്രൈവറ്റ് മാത്രം ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ പെട്ടെന്ന് ഈ ഗ്യാസ് കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ അന്നേ നമുക്ക് അറിയായിരുന്നു, കാരണം ഇത് ഇലക്ഷൻ കഴിഞ്ഞാൽ മാറാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ മാറി. അപ്പോൾ ഐറ്റംസിനൊക്കെ ഇനിയും കൂടെ ഒന്നും കൂടെ വില കൂടാൻ സാധ്യത ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും വില കൂട്ടാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു 100-200 അല്ല കൂടിയിട്ടുള്ളത്. ഇപ്രാവശ്യം കൂടിയിട്ടുള്ളത് അറിയാലോ, ഏകദേശം 1000 രൂപയ്ക്ക് ചില്ലറ കുറവുള്ളൂ. 1000 രൂപയ്ക്ക് ഒരു സിലിണ്ടറിൽ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. എനിക്ക് തോന്നുന്നത് ഒരു 3-4 ഗ്യാസൊക്കെ മിനിമം ഉപയോഗിക്കുന്ന ഹോട്ടലുകളാണ്, ആവറേജ് ഹോട്ടലുകൾ തന്നെ. അപ്പം അത്ര തന്നെ ഒരു ദിവസം 4000 രൂപയുടെ വ്യത്യാസമൊക്കെ വരികയെന്ന് പറഞ്ഞാൽ
നഷ്ടം സഹിക്കാൻ പറ്റില്ല. ഹോട്ടലിനെ സംബന്ധിച്ച് പൊതുവേ നമ്മളെല്ലാ ഓരോ സാധനങ്ങൾ കൂടുമ്പോൾ വില കൂട്ടൽ കുറയ്ക്കൽ നമുക്ക് പ്രാക്ടിക്കലല്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷത്തിലൊരിക്കലൊക്കെയാണ് സാധാരണ വില കൂട്ടാറുള്ളൂ. പരമാവധി പിടിച്ചു നിൽക്കും, തീരെ പറ്റാതാവുമ്പോൾ ഹൈക്ക് ചെയ്യും. ദിനം പ്രതി വർദ്ധിക്കുന്ന ചിലവുകൾക്കിടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഉടമകളുടെ ആവശ്യം. ക്യാമറമാൻ റോയ്ക്കൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. സംസ്ഥാനത്ത് പാലിന്റെയും ഭക്ഷ്യ അസംസ്കൃത വസ്തുക്കളുടെയും വിലക്കയറ്റം മൂലം ഹോട്ടൽ ഭക്ഷണ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയ്പാൽ അറിയിച്ചു. വിലവർധനയുടെ പേരിൽ അന്യായമായ വർധനവിനെ സംഘടന അംഗീകരിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ നേതൃസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ C. ബിജുലാൽ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അസീസ് മൂസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, സംസ്ഥാന സെക്രട്ടറി TJ മനോഹരൻ, നേതാക്കളായ പ്രേംരാജ് ചൂണ്ടലാത്ത്, VR സുകുമാർ, PS ബാബുരാജ് എന്നിവർ പങ്കെടുത്തു. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് പ്രമുഖ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മെയ് ദിന റാലി കോർപ്പറേഷന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി TK സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ T. സുധാകരൻ, MR രാജൻ, KM ഹൈദർ, E. നന്ദകുമാർ, രഹന, KN രഘു തുടങ്ങിയവർ സംസാരിച്ചു. സാർവദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ഇടതുപക്ഷ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ മെയ് ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CITU ദേശീയ കൌൺസിൽ അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. AITUC വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി AR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി സേവർ ചിറ്റിലപ്പള്ളി MLA, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PN സുരേന്ദ്രൻ, ഡോക്ടർ KD ബാഹുലയൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു. തൊഴിലാളി ദിനത്തിൽ INTUC വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. INTUC വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് TP ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം സെക്രട്ടറി നിഷാദ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് KA മഹേഷ്, മണ്ഡലം സെക്രട്ടറി ജയ്മോൻ, സിദ്ദിഖ് മാരാത്തുകുന്ന് എന്നിവർ സംസാരിച്ചു. സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുതുവട്ടൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച മെയ് ദിന റാലി ചാവക്കാട് നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി അംഗം PK രാജേശ്വരൻ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ AH അക്ബർ, CPM ജില്ലാ കമ്മിറ്റി അംഗം M. കൃഷ്ണദാസ്, ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, AITUC നേതാവ് സതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കാലത്തും പ്രസക്തമാണ് എന്ന് വിളിച്ചു പറയുക പ്രഖ്യാപിക്കുന്നത് മാർക്സിസം അഭിമാനപൂർവ്വം നമുക്ക് പറയാം. ശ്രീനാരായണപുരത്ത് കെട്ടിടത്തിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കോതപ്പറമ്പ് കാര്യെഴുത്ത് സത്യേഷാണ് മോഷണ കേസിൽ കർണാടക പോലീസ് തേടി വന്നതിനെ തുടർന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ശ്രീനാരായണപുരം ആൽമാവിലുള്ള ബന്ധുവീട്ടിലുണ്ടായിരുന്ന സത്യേഷിനെ തേടി പോലീസ് എത്തി. ഇത് കണ്ട് ഇയാൾ അടുത്തുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ കയറുകയായിരുന്നു. 1.5 മണിക്കൂറോളം പരിഭ്രാന്തി സൃഷ്ടിച്ച യുവാവ് സ്വമേധയാ താഴെയിറങ്ങി. തൃശൂർ കോർപ്പറേഷന്റെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയായ പുല്ലഴി ജലസവാരിക്ക് തുടക്കമായി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്ത് ജലസവാരിക്ക് തുടക്കം കുറിച്ചു. പ്രകൃതി രമണീയമായ പുല്ലഴി കോൾ മേഖലയുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് ജലസവാരി പദ്ധതിയുടെ ലക്ഷ്യം. പുഴയ്ക്കൽ ഏനാമാവ് KLDC കനാലിൽ പുല്ലഴി ചെറിയ പാലത്തിന് സമീപമുള്ള കനാൽ പ്രദേശം പ്രയോജനപ്പെടുത്തിയാണ് ജലസവാരി ആരംഭിച്ചിരിക്കുന്നത്. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തുടർന്നും ഇത്തരം പദ്ധതികൾ ആരംഭിക്കുമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു. ഏറെ സന്തോഷമുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷന്റെ
ജലസവാരി പദ്ധതിയുടെ ഫസ്റ്റ് ഉദ്ഘാടനം ഇപ്പം നമ്മുടെ പുല്ലഴിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം എക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ പ്രകൃതിയും പരിസ്ഥിതിയും ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചുരുങ്ങിയ ചെലവിൽ വിനോദയാത്ര നടത്തുന്ന ഒരു പരിപാടി. നമുക്കറിയാം പുല്ലഴിയുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീനിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ വളരെ പ്രകൃതി രമണീയമായ ഈ സ്ഥലം അവിടെ ആസ്വദിച്ചുകൊണ്ട് ഒരു ജലസവാരി, അതും കുറഞ്ഞ നിരക്കിൽ, മിതമായ നിരക്കിൽ സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ദിവസത്തിൽ. വർഷങ്ങൾ നീണ്ട കഠിന പരിശ്രമത്തിലൊടുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതെന്ന് പുല്ലഴി മുൻ ഡിവിഷൻ കൗൺസിലർ കെ രാമനാഥൻ പറഞ്ഞു. 2010 കൗൺസിലായ സമയത്ത് ഞങ്ങളൊരു ശ്രമം നടത്തിയതാണ്. പക്ഷെ അത് പല കാരണങ്ങളെ കൊണ്ട് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞത് നടപ്പായില്ല. പക്ഷെ 2020 വീണ്ടും ഞാൻ കൗൺസിലറായപ്പോൾ ഇതിൻ്റെ പുറകെ നിന്നു. 2020-21 തന്നെ 50 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് അനുഭവിച്ചെങ്കിലും ഈ KLDC കനാല് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടുള്ള തടസ്സങ്ങൾ അതിൻ്റെ പിന്നാലെ നിരന്തരം ഓടി നമുക്കിതിൻ്റെ ഉദ്ഘാടനം 2025 നവംബർ 11 നമുക്ക് നടത്താൻ കഴിഞ്ഞു. പക്ഷെ എന്നാലും സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ വന്നു. എല്ലാ പ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തീർന്നു. പുല്ലഴിയിൽ ഇത് നമ്മുടെ യാഥാർത്ഥ്യമാവുകയാണ്. അത് കൗൺസിലർ എന്ന നിലയ്ക്ക്, ജനപ്രതിനിധി എന്ന നിലയ്ക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, കൗൺസിലർമാരായ സുനിത വിനു, ലാലി ജെയിംസ് തുടങ്ങിയവരും പങ്കെടുത്തു. ഏകദേശം 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത്. പെഡൽ ബോട്ട്, കയാക്കിംഗ് ബോട്ട്, കുട്ടവഞ്ചി തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട്. പുള്ളിൽ ജലസവാരി വിജയകരമായി നടത്തുന്ന ഷാജിയാണ് 3 വർഷത്തേക്ക് പുല്ലഴിയിലെയും കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 300 മുതൽ 100 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 7 മുതൽ വൈകിട്ട് 6:30 വരെയാണ് സമയം. 700 ഏക്കറോളം വരുന്ന പുല്ലഴി കോൾമേഖലയുടെ സമഗ്ര ടൂറിസം വികസനത്തിന് ജലസവാരി ഉതകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. TCV തൃശൂർ. ഇടവേള. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തകൾ തുടരുന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ 3ാം ഉത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. കൂടൽമാണിക്യം മേഘാർജുനൻ ഭഗവാന്റെ തിടമ്പേറ്റി. വലത് പല്ലാട്ട് ബ്രഹ്മദത്തനും ഇടത് പാറമേക്കാവ് കാശിനാഥനും കൂട്ടാനകളായി. കലാമണ്ഡലം ശിവദാസന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി. വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പ് നടക്കും. ചിരിയും ചിന്തയും പകർന്നു നൽകുന്ന ഓട്ടം തുള്ളൽ ആസ്വദിക്കാൻ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ എത്തുന്നത് നിരവധി ഭക്തജനങ്ങൾ. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ പകൽ ശീവേലിക്കു ശേഷമാണ് കിഴക്കേ നടപ്പുരയിൽ ഓട്ടംതുള്ളൽ നടക്കുന്നത്. വൃത്താകൃതിയിൽ ആസ്വാദകരും നടുവിൽ തുള്ളൽ അവതരിപ്പിക്കുന്ന ആളും സംഘവും. ഇതാണ് കൂടൽമാണിക്യത്തിലെ അവതരണ രീതി. ആദ്യകാലങ്ങളിൽ ഓട്ടംതുള്ളൽ 3ാം ദിവസമാണ് നടന്നിരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളലുകളാണ് നടക്കുക. ഇപ്പോൾ ഓട്ടംതുള്ളൽ മാത്രമാണ് നടക്കുന്നത്. കല്യാണ സൗഗന്ധികം, കിരാതം, രാമാനുചരിതം, ഗണപതി പ്രാതൽ തുടങ്ങിയ കഥകളാണ് ഇവിടെ ഓട്ടൻതുള്ളലിൽ അവതരിപ്പിക്കുന്നത്. രാജീവ് വെങ്കിടകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വർഷം ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കായി അന്നദാനം വിപുലമായ രീതിയിലാണ് നടത്തുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള തെക്കേ ഊട്ടുപുരയിലും ഉണ്ണായി വാര്യർ കലാനിലയം ഹാളിലുമാണ് ഉത്സവ ദിവസങ്ങളിൽ അന്നദാനം നടത്തുന്നത്. 2ാം ഉത്സവം മുതൽ പള്ളിവേട്ട ദിവസം വരെയാണ് ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ അന്നദാനം ഒരുക്കിയിട്ടുള്ളത്.
ഊരകം സ്വദേശി ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് അന്നദാനം. കഴിഞ്ഞ 5 വർഷമായി ഇദ്ദേഹമാണ് ഉത്സവ ദിവസങ്ങളിൽ ഭക്തർക്കായി അന്നദാനം ഒരുക്കുന്നത്. വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഭക്തർക്കായി രാവിലെ 11 മുതൽ തെക്കേ ഊട്ടുപുരയിൽ നൽകി വരുന്നത്. സാമ്പാർ, തോരൻ, കൂട്ടുകറി, മാങ്ങാച്ചാർ, മോര്, പപ്പടം തുടങ്ങിയ വിഭവങ്ങളാണ് അന്നദാനത്തിൽ നൽകുന്നത്. ദിവസേന 5000 പേർക്കുള്ള ഭക്ഷണം ഒരുക്കുന്നുണ്ട്. ഉത്സവം അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ ഇത് 10,000 വരെ എത്താമെന്നാണ് ദേവസ്വം അധികൃതർ കണക്കുകൂട്ടുന്നത്. പാവറട്ടി കാശ്മീർ റോഡിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. തലശ്ശേരിയിൽ നിന്ന് എറണാകുളം പോകുന്ന വഴിയാണ് അപകടം. അപകടത്തെ തുടർന്ന് വൈദ്യുതി തൂണ് പൂർണ്ണമായും തകർന്നു. കാറിൽ 6 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നു. അപകട സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തെ തുടർന്ന് ഈ ഭാഗത്തെ വൈദ്യുതി ബന്ധം നിലച്ചു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. അകമ്പാടം കുറ്റിമൂച്ചിക്കൽ വീട്ടിൽ അജ്മൽ, ഇരട്ടക്കുളങ്ങര പുതുവീട്ടിൽ ഷിബിൽ എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൽദായ് സഭയുടെ ദിവംഗതരായ സഭാപിതാക്കന്മാരുടെ ഓർമ്മദിനം ഇന്ന് ആചരിക്കുന്നു. തൃശൂർ മാർത്തുമറിയം വലിയപള്ളി കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് പാത്രിയാർക്കീസ് മാർ ആവ തൃതീയൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുരുവിളച്ചൻ പള്ളിയിലുള്ള വിശുദ്ധന്റെ ഖബറിങ്കൽ ധൂപപ്രാർത്ഥന നടന്നു. സമൂഹ സദ്യയുടെ ആശീർവാദം മാർ ആവ തൃതീയൻ ആശീർവദിച്ചു. സമൂഹ സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കേരളത്തിലെ മികച്ച കൌൺസിലിംഗ് സെന്ററുകളിലൊന്നായ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ പ്രവർത്തിക്കുന്ന ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മാനസികാരോഗ്യ പദ്ധതിയായ അതിജീവനത്തിന് തൃശൂരിൽ തുടക്കമായി. മാനസികാരോഗ്യ രംഗത്ത് പുതിയൊരു മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ട് തൃശൂർ ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ് കെയർ ആരംഭിക്കുന്ന സാമൂഹ്യ സേവന പദ്ധതിയായ അതിജീവനത്തിന്റെ ഉദ്ഘാടനം തൃശൂർ MG റോഡിലെ ഹോട്ടൽ മോത്തി മഹലിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് നിർവഹിച്ചു. ജീവനി മൈൻഡ് കെയർ ഡയറക്ടർ സിനേഷ് പല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. SSK തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ NK രമേശ്, സൈക്കോളജി അസോസിയേഷൻ പ്രസിഡന്റ് നിവ്യ രഞ്ജിത്ത്, സാംസ്കാരിക പ്രവർത്തകൻ സുനിൽ തെന്നൽ, സൈക്കോളജിസ്റ്റ് ക്രിസ്റ്റീന ബാബു, ജീവനി അഡ്മിൻ PT ലിനി തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും മാനസികമായ പിന്തുണ ആവശ്യമുള്ളവർക്കും സൗജന്യ കൌൺസിലിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് അതിജീവനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. സൗജന്യ കൌൺസിലിംഗ് സെഷനുകൾക്ക് പുറമെ ക്രൈസിസ് സപ്പോർട്ട് സേവനങ്ങൾ, വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമുകൾ, ബോധവൽക്കരണ സെമിനാറുകൾ എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. സൈക്കോളജിസ്റ്റുകൾ, കൌൺസിലർമാർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച വലിയൊരു സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സൗജന്യ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടേണ്ട നമ്പർ 9744488987. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരുന്ന സമ്മർ ഫുട്ബോൾ, വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപകൻ KS കിരൺ, ഫുട്ബോൾ കോച്ച് PK വിനോദ്, കായിക അധ്യാപകൻ മുഹമ്മദ് സുഹൈൽ, ക്യാമ്പ് കോർഡിനേറ്റർ TN സിജിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സൗത്ത് ഏഷ്യൻ ജൂജിറ്റ്സു ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ റയാൻ മജീദിനെ ആദരിച്ചു. ചിറ്റിലപ്പള്ളി IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സ്റ്റുഡൻസ് കരിയർ ഡെവലപ്മെന്റ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ 2022-26 ബാച്ച് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഓഫർ ലെറ്ററുകൾ വിതരണം ചെയ്യുന്നതിനായി പ്ലേസ്മെന്റ് അച്ചീവേഴ്സ് ഡേ സെനിറ്റ് 2026 സംഘടിപ്പിച്ചു. ചിറ്റിലപ്പള്ളി IES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സെനിറ്റ് 2026 MSME DFO തൃശൂർ ജോയിന്റ് ഡയറക്ടർ GS പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പ്ലേസ്മെന്റ് ഓഫറുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അദ്ദേഹം അഭിനന്ദിച്ചു. IES എഡ്യൂക്കേഷൻ സിറ്റി പ്രസിഡന്റ് PT സയ്യിദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഹൈക്കോൺ ഇന്ത്യ ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ക്രിസ്റ്റോ ജോർജ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ S ബ്രില്ലി സംഗീത, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ജോൺ ചെമ്പൂക്കാവ്, പ്ലേസ്മെന്റ് ഓഫീസർ P പ്രഭാവതി,
വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ സംസാരിച്ചു. 50-ലേറെ പ്രമുഖ കമ്പനികളിൽ നിന്ന് 255-ലധികം പ്ലേസ്മെന്റ് ഓഫറുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് MSME DFO തൃശൂർ ജോയിന്റ് ഡയറക്ടർ GS പ്രകാശ്, ഹൈക്കോൺ ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ക്രിസ്റ്റോ ജോർജ് എന്നിവർ ഓഫർ ലെറ്ററുകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. എടക്കഴിയൂർ അഫയൻസ് ബീച്ചിൽ ഡോൾഫിൻ, കടലാമ എന്നിവയെ ചത്ത നിലയിൽ കണ്ടെത്തി. അഫയൻസ് പ്രവർത്തകരാണ് ഡോൾഫിന്റെ അഴുകിയ ജഡം കണ്ടത്. മേഖലയിൽ അടുത്തിടെയായി നിരവധി ഡോൾഫിനുകളാണ് ചത്ത് കരയ്ക്കടിയുന്നത്. ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തണ്ണീർപന്തൽ ആരംഭിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹ സ്മാരക കവാടത്തിനു സമീപം ആരംഭിച്ച തണ്ണീർപന്തലിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ, ഷാനി റജി, വി അനൂപ്, AT ഹംസ, കൌൺസിലർമാരായ ബഷീർ പൂക്കോട്, റഷീദ് കുന്നിക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ S ഹർഷിദ് എന്നിവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മിത്രാഭിഷേക വാർഷികാഘോഷം നടന്നു. അതിരൂപത ആസ്ഥാനത്ത് വാർഷികാഘോഷ ചടങ്ങിൽ ആശുപത്രി സംരക്ഷണ സമിതി ആർച്ച് ബിഷപ്പിന് ബൊക്കെ നൽകി ആശംസകൾ അർപ്പിച്ചു. മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോരിക്കര, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യസമര സേനാനിയും CPM മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കെ ഈശന്റെ ചരമദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിബിൻ C ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AS ദിനകരൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, KS മോഹൻദാസ്, CP ജോസ്, TV മദനമോഹനൻ, MV മുകേഷ്, AS ജിംഷാർ എന്നിവർ പങ്കെടുത്തു. തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു. ബിമൽ വിളമ്പത്തിന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കി 12 കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടന്നത്. മേളപ്രമാണി കൊടകര ഉണ്ണി ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാള കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ കുട്ടികളുടെ 3 ദിവസത്തെ ചിത്രകലാ പരിശീലന ക്യാമ്പ് സമാപിച്ചു. ഗ്രാമിക കലാവേദിയും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ക്യാമ്പ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ലളിതകലാ അക്കാദമി സെക്രട്ടറി രാജി പിള്ള നിർവഹിച്ചു. ചിത്രകാരൻ പടുതോൾ വാസുദേവൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചിത്രകാരിയും കവിയുമായ ഇമ്മാനുവൽ മെറ്റിൽസ് അധ്യക്ഷയായി. ചിത്രകാരന്മാരായ അശ്വതി ബൈജു, സുരേഷ് മുട്ടത്തി, കൃഷ്ണേന്ദു, ഗ്രാമിക ട്രഷറർ C മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. 5 മുതൽ 12 വരെ ക്ലാസുകളിലെ 40 കുട്ടികളാണ് പങ്കെടുത്തത്. ചിത്രകാരന്മാരായ മണികണ്ഠൻ തവനൂർ, PP രാഹുൽ, BS സുമേഷ്, TS അഭിജിത്ത് എന്നിവരാണ് പരിശീലനം നൽകിയത്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി പാവറട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. മേഖലാ പ്രസിഡന്റ് അബ്ബാസ് ബി രാവുണ്ണി പതാക ഉയർത്തി. ചടങ്ങിൽ KJU സംസ്ഥാന സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസ് വാവേലി, മേഖലാ ഭാരവാഹികളായ അഫ്സൽ പാടൂർ, പൊതുപ്രവർത്തകൻ MV അരുൺ, പൂജ റാണി, TS സജീഷ് എന്നിവർ സംസാരിച്ചു.
ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. Near Bus Stand, തൃപ്രയാർ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആന പാപ്പാനെ ചവിട്ടിക്കൊന്നു. രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനാണ് മരിച്ചത്. ആക്രമണത്തിൽ ഒന്നാം പാപ്പാൻ അമലിന് പരിക്ക്. ഇരുട്ടടിയായി വാണിജ്യ സിലിണ്ടർ വില വർധന. ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപ. പ്രതിസന്ധിയിലായി ഹോട്ടലുകൾ. ഇന്ന് ലോക തൊഴിലാളി ദിനം. തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരത്ത് കെട്ടിടത്തിന് മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കോതപ്പറമ്പ് കാര്യെഴുത്ത് സത്യേഷാണ് പോലീസിനെ കണ്ട് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തൃശൂർ കോർപ്പറേഷന്റെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതിയായ പുല്ലഴി ജലസവാരിക്ക് തുടക്കം. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്ത് ജലസവാരിക്ക് തുടക്കം കുറിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.